ഇറാൻ ഭൂഗർഭ അറ തുറന്ന് അത്യാധുനിക ആയുധങ്ങൾ പ്രദർശിപ്പിച്ചു. യുദ്ധവുമായി ബന്ധപ്പെട്ട ശേഷം ആദ്യമായിട്ടാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്രയും ആധുനികമായിരിക്കുന്ന ആയുധങ്ങളുടെ പരസ്യ പ്രദർശനം നടത്തിയത് എന്ന തരത്തിലുള്ള വിവരങ്ങളും ഇപ്പോൾ വലിയ പ്രാധാന്യത്തോടു കൂടി പ്രചരിക്കുകയാണ്. തങ്ങളുടെ ആയുധ ശേഖരത്തിന് എന്തെങ്കിലും കുറവ് വന്നിട്ടില്ല എന്നും അതോടൊപ്പം തന്നെ കാലോചിതമായി മാറ്റം വരുത്തുന്ന അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുടെ നിർമ്മിത ശേഖരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കൂമ്പാരങ്ങൾ തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്ന് വീഡിയോ സഹിതം പുറത്തുവിട്ട റിപ്പോർട്ടിനോടനുബന്ധിച്ച് പറയുകയാണ്. അപ്പോൾ ആയുധങ്ങളുടെ എന്തെങ്കിലും ചോർച്ചകൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി കൂടിയാണ് ഇത് എന്നുള്ളത് കൃത്യമാണ്. ഒറ്റപ്പെട്ട കാലങ്ങളിലൊക്കെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമോ അല്ല 2 വർഷത്തിൽ ഒരു പ്രാവശ്യമോ ഒക്കെ സാധാരണഗതിയിൽ ഇറാൻ അവർ നിർമ്മിക്കുന്ന ആധുനിക ആയുധങ്ങളുടെ മിസൈൽ പരീക്ഷത്തിന്റെ ഭാഗവും അതോടൊപ്പം തന്നെ മിസൈലും പ്രദർശിപ്പിക്കാറുണ്ട്. ഒറ്റപ്പെട്ട രീതിയിലാണ് അത് ഉണ്ടാവാറുള്ളത് എന്നതാണ് സാധാരണഗതിയിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ തങ്ങളുടെ ഭൂഗർഭ അറകൾ ആയുധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തികൾ നിലനിൽക്കുകയാണ്. പല രാഷ്ട്രങ്ങളിലും തങ്ങൾക്ക് ആയുധ നിർമ്മാണ ഫാക്ടറികളുണ്ട്. അങ്ങനത്തെ പോകുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പല രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനു മുൻപ് റഷ്യ തന്നെ അവരുടെ രാജ്യത്തിന്റെ അകത്ത് ഇറാന് ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഫാക്ടറികളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. സിറിയയിൽ ഓൾറെഡി ഉണ്ട്, ലെബനാനിലുണ്ട്. അത് എവിടെ എന്നുള്ളതിന്റെ എല്ലാവിധ പരീക്ഷണങ്ങളും നടത്തിയിട്ടും ഇസ്രായേൽ അത് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോ ഇസ്ലാമിക് റവല്യൂഷണറി കമാൻഡർ ആർമിയുടെ ഈ കോപ്പ് ചീഫ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപനം നടത്തി. അദ്ദേഹം പറയുന്നു, ഇറാന്റെ സൈനിക മേധാവി ഇസ്ലാമിക് റവല്യൂഷണറി ആർമി കോപ്പിന്റെ മേധാവിയാണ് ഈ പ്രദർശനം നടത്തിയത്. അദ്ദേഹം പറയുന്നത്, ഉറങ്ങുന്ന അഗ്നിപർവ്വതം തങ്ങളുടെ കൈവശത്തിലുണ്ട്. ആവശ്യത്തിനനുസരിച്ച് തങ്ങളത് ഉപയോഗിക്കുന്നതാണ്. ഏറ്റവും വലിയ നിർമ്മിത ആയുധങ്ങളുടെ ശേഖരമാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. അതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് അതിനെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ള മീഡിയക്കാർക്ക് അതിന്റെ റിപ്പോർട്ടായിട്ട് നൽകുകയും ചെയ്തിരിക്കുന്നത്. അബാദാബാദിൽ നിന്ന് സൈനിക മേധാവി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ഇറാന്റെ ഔദ്യോഗികത തന്നെയാണ് എന്ന് ഇർന റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ മറ്റ് ചാനലുകളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വീഡിയോ പുറത്തുവിട്ട വീഡിയോയിൽ കാണുന്നതെല്ലാം ഇറാന്റെ സ്വന്തം തന്നെയാണ്. അത് അവർ നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ആദ്യം ഒരു സുരക്ഷിത മേഖല ഉണ്ടാക്കിയതിന് ശേഷമാണ് നിർമ്മിത വസ്തുക്കളൊക്കെ ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് അതിനു നേരെ ഒരു അക്രമം നടത്താത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി ഇറാന് സാധിക്കും. ഭൂഗർഭ അറ തുറന്ന് അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുടെ പ്രദർശനം ഇറാൻ നടത്തിയതോടുകൂടി വല്ലാത്ത രീതിയിലുള്ള അസ്വാസ്ഥ്യങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും പിടികൂടിയിരിക്കുന്നത്. അതുകൂടി ഇതിന്റെ ഈ വിവരത്തോടനുബന്ധിച്ച് പറയുകയാണ്. അപ്പൊ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നേരിട്ട് നേതൃത്വം വഹിക്കുന്ന രാജ്യം തന്നെയാണ് ഇറാൻ എന്നുള്ളത് ഉറപ്പാണ്. അവരത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും അതില് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാ ഭാഗങ്ങളും പരമാവധി ആയുധങ്ങൾ വെച്ചുകൊണ്ടും അവരുടെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കുപോക്കുകൾ വെച്ച് അമേരിക്കയുടെ സഹായത്തോടു കൂടി ഒതുക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ശ്രമം നടത്തിയത് സിറിയയിലാണ്. സിറിയയിലെ ഭരണം അട്ടിമറിഞ്ഞതോടുകൂടി ആ രാജ്യത്തിന്റെ അകത്തുള്ള ആയുധ ശേഖരങ്ങളെ ഇല്ലാതാക്കുക എന്ന ശ്രമകരമായിരിക്കുന്ന ഒരു ദൗത്യമാണ് ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തത്. അവർ പറയുന്നത്, ഇപ്പൊ ഭരണത്തിൽ ഏറിയിരിക്കുന്ന ഈ വിമതപക്ഷത്തോടല്ല തങ്ങൾക്ക് എതിർപ്പുള്ളത്, പകരം ആ രാജ്യത്ത് പ്രവർത്തിച്ചിരുന്ന അസദിന്റെ സൈനിക വിഭാഗത്തിൽപ്പെട്ടവരിൽ തീവ്രവാദികളും ഉണ്ട് എന്നും അങ്ങനെ ഉള്ളവരുടെ കൈവശത്തിലേക്ക് ആ രാജ്യത്തിന്റെ ആയുധങ്ങൾ പോവുക എന്നുള്ളത് ഭാവിയിൽ തങ്ങളുടെ രാജ്യത്തിനും ജനങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാകുമെന്നതിനാൽ അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളും യുദ്ധ സൈനികരും ഈ മേഖലയിലേക്ക് ഇടിച്ചു കയറുന്നു. ഒരുപാട് ആയുധങ്ങൾ നശിപ്പിക്കുന്നു. യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും കവചിത വാഹനങ്ങളും ടാങ്കറുകളും അടക്കമുള്ള വലിയ നാശങ്ങൾ ആ മേഖലയിൽ മുഴുവനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചു. എന്നാൽ അവർ തിരഞ്ഞതും അവർ അന്വേഷിച്ചതും മുഴുവൻ
യഥാർത്ഥത്തിൽ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്തുള്ള ആ രാജ്യത്തിന്റെ സുരക്ഷിതമായിട്ട് ബന്ധപ്പെട്ട ആയുധങ്ങളുടെ കലവറയോ ശേഖരമോ അല്ല, പകരം ഇറാന്റെ ആയുധങ്ങളുടെ വലിയൊരു ശേഖരം സിറിയയുടെ അകത്തുണ്ട്. അത് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തിയത്. അതിലവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. ലെബനാനിലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ലെബനാനിന്റെ മർമ്മപ്രധാനമായിരിക്കുന്ന ഭാഗങ്ങളെല്ലാം അവിടെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ കൈവശത്തിലാണ്. ഈ ഗ്രൂപ്പും ഇറാനും തമ്മിൽ വലിയ ബന്ധമാണ്. ഇറാന്റെ മിലീഷ്യ വിഭാഗമായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത്. അപ്പോൾ ആ വിഭാഗത്തിനോട് അനുകൂലമായ രീതിയിലുള്ള ആയുധങ്ങളുടെ ശേഖരങ്ങൾ ഇറാന്റേത് യഥാർത്ഥത്തിൽ ലെബനാനിലുണ്ട്. അത് ഇവരെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അതിർത്തി പ്രദേശത്തിലേക്ക് ഇസ്രായേൽ സൈന്യം ഇടിച്ചു കയറിയതോടനുബന്ധിച്ച് അവർ ശ്രദ്ധിച്ച കാര്യം പ്രത്യേകമായ രീതിയിൽ ഇറാന്റെ സൂക്ഷിപ്പുള്ള മേഖല ഏതാണ് എന്നും അതിനെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷെ അവർക്ക് അവിടെയും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ലെബനാന്റെ മേഖലയിലും സിറിയയുടെ മേഖലയിലും തപ്പിത്തെരഞ്ഞിട്ട് പോലും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു നാണക്കേട് യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ട്. മുൻപത്തെ കഥ പോലെ അതിന്റെ തൊട്ട് മുൻപ് പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറയുകയാണെങ്കിൽ 2023 ഒക്ടോബർ 7 ആരംഭിച്ചിരിക്കുന്ന യുദ്ധം ഒരു വർഷവും 4ാമത്തെ മാസത്തിലേക്കും പ്രവേശിച്ചിട്ടും അവിടെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ പോരാടുന്ന അവിടുത്തെ സൈനിക വിഭാഗത്തിന്റെ ആയുധങ്ങൾ അത് സൂക്ഷിക്കപ്പെട്ട മേഖല കണ്ടെത്താനും അവർക്ക് സാധിച്ചിട്ടില്ല. ബന്ദികളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇസ്രായേൽ സൈന്യത്തിനെതിരെ നിരന്തരം പോരാടുന്ന വിഭാഗത്തിന്റെ ആയുധങ്ങൾ ശേഖരിക്കപ്പെട്ട കലവറ കണ്ടെത്താനുള്ള ശ്രമത്തിലും അവർ പരാജയപ്പെടുകയാണ്. യുദ്ധം തുടങ്ങിയതിനു ശേഷം അവർ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നത് ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖല കണ്ടെത്താനുള്ള ഒരു പ്രത്യേക വിങ് തന്നെ ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു. അതിന് പിടികൂടുന്ന ഫലസ്തീനികളൊക്കെ ക്രൂരമായ രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഇസ്രായേലിനെതിരെ പോരാടുന്ന വിഭാഗത്തിന്റെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ ആരാണ് നൽകുന്നത്, എവിടെയാണ് സൂക്ഷിക്കുന്നത്, കൊണ്ടുവരുന്ന മാർഗങ്ങൾ എങ്ങനെയാണ്, അവരെങ്ങനെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുകയും ചോദ്യം ചെയ്യൽ നടക്കുകയും ചെയ്തിട്ടും അവർക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അങ്ങനെ പലസ്തീനിൽ പരാജയപ്പെട്ടു, ലെബനാനിൽ പരാജയപ്പെട്ടു, സിറിയയിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ചെങ്കടലുമായി ബന്ധപ്പെട്ട വലിയ യുദ്ധങ്ങൾ യമന്റെ ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ യമൻ ഒറ്റ തിരിഞ്ഞെങ്കിലും ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഓരോരോ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ അവരുടെ പ്രത്യേകമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബംഗൂരിയൻ എയർപോർട്ടാണ്, ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അത്യാധുനികമായിരിക്കുന്ന സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുമുള്ള ഈ എയർപോർട്ടെ ലക്ഷ്യമാക്കിയിട്ടാണ് ഹൂത്തികൾ ആക്രമണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ പടക്കപ്പലിന് നേരെ അങ്ങനെ ആക്രമണം നടത്തുന്നു. രണ്ട് മേഖലയിലൂടെയുള്ള ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് യമനെ സംബന്ധിച്ചിടത്തോളം. ഈ യമന് യുദ്ധം ചെയ്യണമെങ്കിൽ ആയുധങ്ങൾ വേണം. ഈ ആയുധ സഹായങ്ങൾ വലിയ രീതിയിലുള്ള അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും പോലെയുള്ള അതിശക്തരായിരിക്കുന്ന രാജ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ആയുധങ്ങളൊക്കെ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളാണ് എന്നുള്ളത് ഏറെക്കുറെ കൃത്യമായിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയൊരു സംവിധാനം, അതായത് ഉറങ്ങുന്ന അഗ്നിപർവ്വതം തങ്ങൾ തുറന്നിരിക്കുന്നു, അതിൽ എന്തൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഭാഗം ലോകത്തിന് മുൻപിൽ ഞങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ട് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് അവർ ബങ്കറിൻ്റെ അകത്ത് അതിനിഗൂഢമായ രീതിയിൽ സൂക്ഷിക്കപ്പെട്ട ആയുധങ്ങളുടെ കലവറയുടെ വീഡിയോ എടുത്തുകൊണ്ട് പ്രദർശിപ്പിച്ചത്. ഇത് നൂറുകണക്കിന് ഇത്തരം ബങ്കറുകളിൽ സൂക്ഷിക്കപ്പെട്ട ആയുധങ്ങളിൽ ഒന്ന് മാത്രമാണ്. അങ്ങനെ ഇഷ്ടം പോലെ രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ തങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. തങ്ങളുടെ ശത്രു ശക്തരാണ് എന്ന് ഞങ്ങൾക്കറിയാം. യുദ്ധാരംഭം പോലെയുള്ള അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ മാത്രം ഇറാൻ എന്ന് പറയുന്ന രാജ്യം ശക്തമാണ് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കേണ്ടത് തങ്ങളുടെ ബാധ്യതയാണ്. അങ്ങനെ ഈ ഇസ്ലാമിക് റിവല്യൂഷണറി ആർമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിചിത്രമായ രീതിയിലും വളരെ വിശാലമായ രീതിയിലും അവരത് പറയുന്നുണ്ട്. 20-ാം തീയതി ജനുവരി, ഈ മാസം 20-ാം തീയതി ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് യുദ്ധം അവസാനിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ യുദ്ധം അവസാനിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കനത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതിന് പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടിയിട്ടും തങ്ങളുടെ കൈവശത്തിൽ ഇത്രത്തോളം ആയുധങ്ങളുണ്ട്, തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഉറങ്ങുന്ന അഗ്നിപർവ്വതം എന്ന തരത്തിൽ അവരുടെ ആയുധങ്ങളുടെ പ്രദർശനം നടത്തിയത് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്.